പണ്ടൊക്കെ കൊയ്ത്തായി കഴിഞ്ഞ് നിറച്ച ആൾക്കാരെ പറമ്പിലും പാടത്തും. പക്ഷെ ഇപ്പം ആണെങ്കിലോ ആകെ ഒരു മെഷീനും രണ്ടാൾക്കാരും, പിന്നെ നമ്മൾ വീട്ടുകാർ. പണ്ടത്തെ ആ ഒരു വൈബ് ഇപ്പോൾ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അന്നൊക്കെ ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഏതാണ്ട് ഒരു വൈബൊക്കെ തന്നെയായിരുന്നു. എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു വത്സലേച്ചി എന്ന് പറഞ്ഞ ചേച്ചിണ്ടായിരുന്നു. പിന്നെ അവരും പിന്നെ അവരെ കുറേ ഫ്രണ്ട്സും എന്ന് വെച്ചാൽ പണിക്കാർ തന്നെ കേട്ടോ, പാടത്ത് പണിക്കാർ. അവരെ കൂട്ടിയിട്ടായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ പണ്ടൊക്കെ കൊയ്ത്തിന് വന്നിരുന്നത്. അന്ന് വെച്ചാൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് കെറ്റ മെതിച്ച്, അതായത് നെല്ലൊക്കെ വേർപ്പെടുത്തിയെടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു വൈബായിരുന്നു. കുറേ അവർക്ക് ചായയൊക്കെ വെച്ച് കൊടുത്ത് നമുക്കതൊരു വൈബാണ്. വീട്ടിലും കുറച്ച് ബഹളം, ആ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ വളർന്നിട്ട് ഇപ്പോൾ ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. പാടത്തും ഒരു മനുഷ്യരില്ല, കുറച്ച് കൊക്കുകളുണ്ട്, അത് പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട്. കുറേ തരം കിളികളൊക്കെ വരാറുണ്ട്. അതല്ലാതെ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യനില്ല. കുറേ ബംഗാളികളാണ് പണിക്ക് മറ്റേ കൊയ്ത്തല്ല ഞാറ് നടാൻ വന്നിരുന്നത്. മലയാളികളെ കിട്ടാനേ ഇല്ല. ഇപ്പം ഈ കൊയ്ത്ത് മെഷീൻ എടുക്കുന്നത് തന്നെ ആൾ 13 വർഷമായി എന്നാണ് പറയണേ. ആൾ തന്നെ ഒരു തമിഴനാന്ന് തോന്നുന്നു, പാലക്കാട് തന്നുകൊണ്ട് ആളുടെ വീട്. ഇപ്പം കണ്ട മെഷീനിൽ വന്നു കൊയ്തെടുത്തു. ആകെ ഒരു മനുഷ്യന് അതായത് കൊയ്യാനായിട്ട് നിൽക്കണുള്ളൂ, ആ മെഷീൻ ഓടിക്കുന്ന ആൾ. പിന്നെ അവിടെ നെല്ല് കളക്ട് ചെയ്യണ ആ ഭാഗത്തൊരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ട, വെള്ളം ഒഴുകണ പോലെ നെല്ല് ഒഴുകണം. ഇങ്ങനെ അതിശക്തി പറയാൻ പറ്റില്ല, നെല്ലിന് മോശമാണെന്നൊക്കെ പറയും കാരണന്മാർ. പക്ഷേ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് മറ്റേ മാങ്ങയൊക്കെ തപ്പി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വീട്ടിൽ